Hi everyone, welcome back to a new video. Fraction debentures. The last topic that we have to discuss from the chapter issue of debenture. Fraction debentures are the debentures which are less than a full debenture. Fraction debentures ne പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Fraction debentures എന്ന് വെച്ചാൽ that is less than a full debenture. അതായത് പൂർണ്ണമല്ലാത്ത ഒരു ഡിബെഞ്ചറിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സ്. ദാറ്റ് മീൻസ് എ പോയിന്റ് സംതിങ്, അതായത് ഒരു സിംഗിൾ അല്ലെങ്കിൽ മിയർ ഒരു ഡിബെഞ്ചർ ആയിട്ട് പോലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഡിബെഞ്ചേഴ്സിന്, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ജസ്റ്റ് നോക്കാം. അതായത് ഒരു കമ്പനി, നമുക്കറിയാം കമ്പനീസ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നത് ഫോർ റൈസിങ് ക്യാഷ് ആണല്ലേ, ഷെയർസ് ആണെങ്കിലും ഡിബെഞ്ചേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത് അവരുടെ ആവശ്യമുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനകത്ത് ചില അതർ സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്ക് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാം, നോൺ ക്യാഷ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കമ്പനിയെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിബെഞ്ചർ പോലത്തെ സെക്യൂരിറ്റീസ് ക്യാഷിന് പകരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അസറ്റുകളോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്ത് അസറ്റ് അല്ലെങ്കിൽ ഏത് ബിസിനസിനെയാണോ നമ്മൾ ഏറ്റെടുക്കുന്നത്, ആ ഏറ്റെടുക്കുന്ന ബിസിനസിന്റെയോ അല്ലെങ്കിൽ അസറ്റിന്റെയോ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ആർക്ക് കൊടുക്കണം, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അയാൾക്ക് നമ്മൾ കൊടുക്കണം അല്ലെ. സോ നമ്മൾ അത് കൊടുക്കുന്നത് എന്തായിട്ടായിരിക്കും, ഡിബെഞ്ചേഴ്സ് ആയിട്ടായിരിക്കും. സോ അത്തരം കേസിൽ അഥവാ നമ്മൾ കമ്പനികളോ അല്ലെങ്കിൽ അസറ്റുകളോ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് ഒരു 1 lakh rupees വരുന്ന ഒരു അസറ്റ്, 1 lakh rupees വരുന്ന ഒരു അസറ്റ്, ഈ ഒരു അസറ്റ് കമ്പനി എത്ര ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്ത് മാത്രം, ഇൻ മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മളോട് കൂടുതൽ എങ്ങനെ പറയാ, എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് എന്നതിന് പകരം ആ ഷെയറിന്റെ വാല്യൂ എത്രയാണെന്നാണ് പറയാറുള്ളത് അല്ലെ. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 30 rupees വാല്യൂ ഉള്ള ഡിബെഞ്ചർ ആണെന്ന് വിചാരിക്കാം. 30 rupees വാല്യൂ ഉള്ള ഡിബെഞ്ചർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യേണ്ടി വരും, for rupees 1 lakh. നമുക്കറിയാം അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് rupees 1 lakh അല്ലെ, 1 lakh വാല്യൂ വരുന്ന അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം, 30 rupees വാല്യൂ വരുന്ന ഡിബെഞ്ചർ നമുക്ക് ഇഷ്യൂ ചെയ്യണം. അപ്പൊ എത്ര ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ബിക്കോസ് ഈ പറഞ്ഞ വാല്യൂ ഓഫ് ഷെയർ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 3333.3333. സോ ഈ ഒരു പോയിന്റിന് ശേഷം വരുന്നതാണ് എന്ത്, ഫ്രാക്ഷൻ ഡിബെഞ്ചർ. നമുക്കറിയാം 3333 ഷെയർ കമ്പനിക്ക് ഈസി ആയിട്ട് ഇഷ്യൂ ചെയ്യും. പക്ഷെ അതിന് ശേഷമുള്ള ഈ പോയിന്റ് കമ്പനി എങ്ങനെ ഇഷ്യൂ ചെയ്യും? അപ്പോൾ ഈ ഒരു പോയിന്റ് ഫിഗേഴ്സ് ആണ് നമ്മളിവിടെ ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ ഫ്രാക്ഷൻ ഡിബെഞ്ചർ അല്ലെങ്കിൽ ഇതേ ഫ്രാക്ഷൻ നമ്മൾ മറ്റ് സെക്യൂരിറ്റീസ് അഥവാ ഷെയറിന്റെ കേസിൽ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രാക്ഷൻ ഡിബെഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കംപ്ലീറ്റ് അല്ലാത്ത ഡിബെഞ്ചർ. അതായത് ഈ ഒരു കേസിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, 3333 ഡിബെഞ്ചറുകൾ ഈസി ആയിട്ട് ഇഷ്യൂ ചെയ്യാം. അത് കമ്പനിയുടെ അത്രയും ഷെയർ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. പക്ഷെ അതിന് ശേഷമുള്ളത് എന്ത് ചെയ്യും, അതാണ്. അപ്പൊ ഈ ഒരു ശേഷം വരുന്ന ഈ ഒരു പോയിന്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഫ്രാക്ഷൻ ഡിബെഞ്ചർ? ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചർ നമ്മൾ എങ്ങനെയാണ് കൊടുത്തൊഴിവാക്കുക? അതായത് എന്തായാലും ഫ്രാക്ഷൻ ഡിബെഞ്ചർ ആണെങ്കിലും നമുക്ക് ആ ഡിബെഞ്ചറിന് മീൻസ് എത്ര രൂപ വാല്യൂ ഉള്ള അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 1 lakh അല്ലേ. സോ ഈ 1 lakhന് ഈക്വലന്റ് ആയിട്ടുള്ള ഡിബെഞ്ചറോ അല്ലെങ്കിൽ നമ്മൾ ഡിബെഞ്ചർ കൊടുക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത്. സോ ഡിബെഞ്ചർ കൊടുത്തേ പറ്റൂ. സോ ഒരിക്കലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 3333 ഡിബെഞ്ചർ കഴിഞ്ഞാലുള്ള ഈ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. സോ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചറിന് പകരം എത്ര രൂപയുടെ ഫ്രാക്ഷൻ ഡിബെഞ്ചർ ആണ് വന്നിട്ടുള്ളത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്യാഷ് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് എന്ത്, നമുക്കറിയാം നമ്മൾ ഡിബെഞ്ചർ കൊടുക്കുന്നത് ആർക്കാണോ, മീൻസ് ആരുടെ കയ്യിൽ നിന്നാണോ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അയാളെ പറയുന്ന പേരാണ് വെൻഡർ അല്ലെ. സോ അയാൾക്ക് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് പറയും, ഡിബെഞ്ചർ എന്ന് പറയും. സോ എത്ര ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യും, 3333 into 30 അല്ലെ. ഡിബെഞ്ചറിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 30 ആണ്. സോ ആ വാല്യൂ നമ്മൾ കാണിക്കും. ആൻഡ് ബാലൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ബിക്കോസ് എന്താണ്, ശേഷം ഫിഗേഴ്സ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞാൽ ഫിഗേഴ്സ് ഉണ്ട്. സോ ഈ ഒരു 0.33 നമുക്കറിയാം വീണ്ടും എന്തുണ്ട്, ഡിബെഞ്ചർ ഉണ്ട് 0.33. ആ 0.33 നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു 30 rupees കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് എത്ര ഫിഗേഴ്സ് ആണ് കണ്ടെത്തണം. അത് നമ്മൾ എങ്ങനെ ഇഷ്യൂ, നമുക്ക് ഒരിക്കലും അത് ഡിബെഞ്ചർ ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. സോ അത് എങ്ങനെ ഇഷ്യൂ ചെയ്യും, നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും. സോ കമ്പനിയെ കൊണ്ട് കഴിയുന്ന എത്ര ഡിബെഞ്ചേഴ്സ് ആണോ അവരെ കൊണ്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുക അത് ഡിബെഞ്ചർ ആയിട്ട് തന്നെ കൊടുക്കും. ബാക്കി വരുന്ന ഫ്രാക്ഷൻ ഡിബെഞ്ചർ എന്ത് ചെയ്യും, കമ്പനി നേരിട്ട് ക്യാഷ് ആയിട്ടും കൊടുക്കും. സോ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഫ്രാക്ഷൻ ഡിബെഞ്ചർ, അതേപോലെ തന്നെ ഫ്രാക്ഷൻ ഡിബെഞ്ചർ വന്നാൽ എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ ഡിബെഞ്ചറിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. സോ അതാണ് ഇതിന്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ട്. നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് ആ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോട്ട് ചെയ്തൊരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ് ലിമിറ്റഡ് പർച്ചേസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഫോർ rupees 11 lakh. എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യാണ്, മറ്റൊരു ബിസിനസിനെ പർച്ചേസ് ചെയ്യാണ്
എത്ര രൂപയാണ് അവർ അതിന് കൊടുക്കേണ്ടത്? 11 ലക്ഷം. ഈ 11 ലക്ഷത്തെ പറയുന്ന പേരാണ് TC, ദാറ്റ് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ. സോ പർച്ചേസ് ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യാണ്? വെണ്ടർ കമ്പനിക്ക് കൊടുക്കുന്ന ക്യാഷ്. 11 ലക്ഷം വാല്യൂ വരുന്ന കമ്പനിയാണ് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ലയബിലിറ്റിന്റെ കാര്യം പറയുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജേണൽ എൻട്രിയിൽ ലയബിലിറ്റി അല്ലെങ്കിൽ അസറ്റ് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ പേബിൾ റുപ്പീസ് 1,02,000. അതായത് ഈ ഒരു 11 lakh കമ്പനി ഇനി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. 11 lakhന് 1,02,000 കമ്പനി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഇൻ ഫോം ഓഫ് ക്യാഷ്. ടോട്ടൽ 11 lakh 11 ലക്ഷത്തിൽ 1,02,000 കമ്പനി നേരിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാലൻസ് ബൈ ഇഷ്യൂ ഓഫ് 8% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 ഈസ്. ബാക്കി വരുന്നത്, അതായത് 11 ലക്ഷത്തിൽ 1,02,000 പോയ ബാക്കി 9,98,000 ഉണ്ടായിരിക്കും. ബാക്കി 9,98,000 കമ്പനി എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡിബെഞ്ചർ ആയിട്ട്, അതായത് 8% ഇൻട്രസ്റ്റ് നിരക്കുള്ള ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100, അല്ലെ, 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചറുകളായിട്ടാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോഴും എത്ര ഡിബെഞ്ചർ ആണ് കൊടുക്കുന്നത് എന്ന് പറയുന്നില്ല, നമുക്കത് കണ്ടെത്തേണ്ടതുണ്ട്. ആൻഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹10%, 100 രൂപ വാല്യൂ ഉള്ള ഡിബെഞ്ചറിന് 10% ഡിസ്കൗണ്ടിലാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. സോ ഗിവ് ജേണൽ എൻട്രീസ്. ഇനി ഇതിന്റെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് കണ്ടെത്താനുണ്ട്. ആൻഡ് അത് കണ്ടെത്തുമ്പോൾ അതിൽ ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സ് ഉണ്ടോ നോക്കണം. അങ്ങനെ ഫ്രാക്ഷൻ ഡിബെഞ്ചർ ഉണ്ടെങ്കിൽ ഓൾറെഡി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, 1,02,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഫ്രാക്ഷൻ ഡിബെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചറിന്റെ ക്യാഷ് കമ്പനി എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ജേണൽ എൻട്രീസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജേണൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കമ്പനി പർച്ചേസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൾസോ അതിന്റെ മുകളിൽ ക്യാഷ് കൊടുക്കുന്നുണ്ട്, അത് കൂടാതെ ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ 3 ടൈപ്പ് ഓഫ് ജേണൽ എൻട്രീസ് എഴുതാനുണ്ട്. കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷ് കൊടുക്കുന്നത്, ഡിബെഞ്ചർ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സംഭവിക്കുന്നത് എന്താണ്, കമ്പനിയെ പർച്ചേസ് ചെയ്യാനില്ല. സോ നമുക്ക് അസറ്റ് ലയബിലിറ്റി സെപ്പറേറ്റ് പറയുന്നില്ല, നമുക്ക് എന്ത് നേരിട്ട് കമ്പനിയെ പർച്ചേസ് ചെയ്യാൻ. സോ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ത് ചെയ്യാം, കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതാം. സോ അസറ്റും ലയബിലിറ്റീസും സെപ്പറേറ്റ് പറയാത്തത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ജേണൽ എൻട്രിയിൽ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്, ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ആരാണ് രണ്ടാമത്തെ കമ്പനി, മീൻസ് ഏത് കമ്പനിയാണ് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഏറ്റെടുക്കുന്നത് പറയുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, വെണ്ടർ എന്ന് കാണിക്കാം. വെണ്ടർ അല്ലെ, എത്ര രൂപ വാല്യൂ ഉള്ള കമ്പനിയാണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്? 11 lakh, 11 ലക്ഷം വാല്യൂ ഉള്ള കമ്പനിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സെയിം റുപ്പീസ് 11 lakh. സോ ബിസിനസ് പർച്ചേസ്, ഫസ്റ്റ് എൻട്രി ബിസിനസ് പർച്ചേസ്. ദെൻ രണ്ടാമത്തത്, ഈ പർച്ചേസ് ചെയ്ത കമ്പനിക്ക് എന്ത് നമ്മൾ കൊടുക്കണം? പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കണം, അല്ലെ. നമുക്കറിയാം പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് കമ്പനിയുടെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഗുഡ്വിൽ അക്കൗണ്ടിലേക്കും യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ പ്രൈസാണ് കൊടുക്കുന്നത് എങ്കിൽ ആ ക്യാപിറ്റൽ റിസർവിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസും അല്ലെങ്കിൽ ഒരു ഹിന്റുകളും നമുക്കിവിടെ തന്നിട്ടില്ല. അതായത് കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ എന്താണ്, നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ, അല്ലേ. യഥാർത്ഥ വാല്യൂ എന്താണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ യഥാർത്ഥ വാല്യൂ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ ഗുഡ്വില്ലിലേക്കും കുറവാണെങ്കിൽ നമുക്ക് വാങ്ങുന്ന കമ്പനിക്ക് അതിൽ ലാഭമാണ്. സോ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അതൊന്നും വരുന്നില്ല. നോക്കാം, നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കമ്പനിയെ പർച്ചേസ് ചെയ്ത് അതിന്റെ എമൗണ്ട് കാണിച്ചത്. നെക്സ്റ്റ് ആദ്യം ക്യാഷ് കൊടുക്കുന്നുണ്ടില്ല, 1,02,000 രൂപ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്. സോ ക്യാഷ് കൊടുക്കുന്ന കാണിക്കും. ആരൊക്കെ കൊടുക്കുന്നുണ്ട്? പേരില്ല. സോ വെണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അല്ലെ, ക്യാഷ് കൊടുക്കുന്നുണ്ട്. സോ വെണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എത്രയാണ് ക്യാഷ് കൊടുക്കുന്നത്? 1,02,000, 1,02,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് കൊടുക്കുന്നുണ്ട്. സോ ക്യാഷ് പെയ്ഡ്, ക്യാഷ് പെയ്ഡ്. മൂന്നാമത്തെ കേസാണ് എന്ത് വരുന്നത്? നമ്മളെ ഡിബെഞ്ചർ ഇഷ്യൂ, അല്ലെ. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, അല്ലെ. നമുക്കറിയാം ഇനി വരുന്ന ബാക്കി ബാലൻസ് എത്ര നോക്കാം. ടോട്ടൽ 11 lakh നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയി കൊടുത്തിട്ടുള്ളത് 1,02,000 ആണ്. സോ അത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 9,98,000 ഉണ്ടായിരിക്കും. സോ 9,98,000 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ഡിബെഞ്ചർ ആയിട്ട് കൊടുക്കേണ്ടത്. നമുക്കറിയാം എത്ര ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ ഓഫ് ഡിബെഞ്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ സെപ്പറേറ്റ് ഒന്ന് ചെയ്യാം. സോ കാൽക്കുലേഷൻ സമയത്ത് നമുക്കറിയാം ഇനി നമ്മൾ കൊടുക്കേണ്ട ക്യാഷ് 9,98,000 ആണ്. സർ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ആണ് നമ്മുടെ കാൽക്കുലേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്? എമൗണ്ട് പേയബിൾ, എമൗണ്ട് പേയബിൾ അതായത് 9,98,000, അല്ലെ. ഇനി നമ്മൾ എന്താണ് കൊടുക്കുന്നത്? പകരം 100 rupees വാല്യൂലുള്ള ഡിബെഞ്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ. വാല്യൂ ഓഫ് ഡിബെഞ്ചർ ഓഫ് ദി പ്രൈസ് ഓഫ് ഡിബെഞ്ചർ എത്രയാണ്? 100 ആണ്. പക്ഷെ എന്താണ് യഥാർത്ഥ വില 100 ആണെങ്കിലും നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്നത് ഏതിലാണ്? അത് 10% ഡിസ്കൗണ്ടിലാണ്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രൈസിനാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആ പ്രൈസിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാൻ, അല്ലെ. അഥവാ കമ്പനി കൊടുക്കുന്നത് 9,98,000 വാല്യൂ ഉള്ള ഡിബെഞ്ചേഴ്സ് ആണ്. സോ
സോ അത് നമുക്ക് എന്ത് ചെയ്യാം, എത്ര രൂപക്കാണ് പ്രസന്റ് എത്ര രൂപക്കാണ് കമ്പനി അത് ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 90, ദാറ്റ് മീൻസ് 100ന് 10% മൈനസ് ചെയ്തത് അല്ലെ. നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കാണാൻ എത്ര എമൗണ്ട് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്, അതേ ഡിവൈഡഡ് ബൈ സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്താണ്. സെക്യൂരിറ്റിന്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് 100 rupees ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ് ടു ബി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, യഥാർത്ഥ വിലയിൽ നിന്ന് നമ്മൾ പ്രസന്റ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ഇവിടെ 10% പ്രീമിയത്തിലാണെങ്കിൽ 110 കാണിക്കും, ഡിസ്കൗണ്ട് ആണെങ്കിൽ ആ ഡിസ്കൗണ്ട് പ്രൈസ് കുറച്ചിട്ട് ബാക്കി കാണിക്കും. സോ ഇങ്ങനെ ചെയ്യുന്ന സമയം നമുക്ക് ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് നോക്കാം. നമ്പർ ഓഫ് ഷെയർസ് 11,088.88 നോക്കാം. 11,088.88 ഡിബഞ്ചർ ആണ് കമ്പനി കൊടുക്കേണ്ടത് അല്ലേ. 11,088 ഡിബഞ്ചർ കമ്പനിക്ക് ഈസി ആയിട്ട് കൊടുക്കാം. പക്ഷെ ഈ ഒരു 0.88 ഡിബഞ്ചർ എങ്ങനെ കൊടുക്കും? കമ്പനിക്ക് ഇതൊരു റൗണ്ടഡ് ഫിഗർ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, എത്രയാണോ ആ റൗണ്ടഡ് ഫിഗർ അത് മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു ഫ്രാക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻപ് പറഞ്ഞ പോലെ ഈ ഒരു ഫ്രാക്ഷൻ ഇപ്പൊ ഈ 0.88ന്റെ പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട് കൊടുക്കും. സോ ബാക്കിയുള്ള റൗണ്ടഡ് ഫിഗർ ഇവിടെ 11,088 ആണ് അല്ലെ. 11,088 ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ ചെയ്യണം. സോ ആ ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നേരിട്ട് ഡിബഞ്ചർ ആയിട്ടും ബാക്കി വരുന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും. സോ ലാസ്റ്റ് എൻട്രി നോക്കാം, അഥവാ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജനറൽ എൻട്രി നോക്കാം. സോ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് കണ്ടെത്താൻ നമ്മൾ എത്ര എമൗണ്ട് ആണ് അതിന് കൊടുക്കാനുള്ളത്, അതേ ഡിവൈഡഡ് ബൈ ദ ഇഷ്യൂ പ്രൈസ്. അതായത് ആക്ച്വൽ വാല്യൂ 100 ആണെങ്കിൽ ഈ ഒരു കേസിൽ 10 ഡിസ്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ആ 10 ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ടിനെ എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടൽ എമൗണ്ട് പേബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നുള്ളത് കണ്ടെത്താം. സോ ഇനി ആ ജനറൽ എൻട്രി കൂടെ നോക്കാം. സോ ജനറൽ എൻട്രി നോക്കാം. ജനറൽ എൻട്രി നമ്മളെന്താണ്, ആദ്യം ആസെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ആരെ കയ്യിൽ നിന്നാണ് പറയുന്നില്ല, വെൻഡർ ആയിരുന്നു. സോ വെൻഡർക്ക് നമ്മൾ ആദ്യം ക്യാഷ് കൊടുത്തിട്ടുണ്ട്, വെൻഡർ അക്കൗണ്ട് ടു ബാങ്ക്. ദെൻ എന്താണ് നെക്സ്റ്റ് വെൻഡർക്ക് നമ്മൾ കൊടുക്കുന്നത് ഡിബഞ്ചർ ആണ്. സോ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ. ദെൻ എന്തുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ വരുന്നുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ അല്ലെ. പിന്നീട് എന്ത് ടു ഡിബഞ്ചർ. ഈ എൻട്രി കഴിയുന്നില്ല, നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്, വഴി പറയാം. സോ നോക്കാം, ടോട്ടൽ നമ്മൾ വെൻഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്, 11 lakh ആണ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് 1,02,000 നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ബാക്കി 9,98,000 ഇനി വെൻഡർക്ക് കൊടുക്കാനുള്ള ക്യാഷ് 9,98,000. ദെൻ ഇവിടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലെ. ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടെത്തും, നമുക്കറിയാം എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് മുൻപ് കണ്ടെത്തിയിട്ടുണ്ട്. 11,088 ഡിബഞ്ചർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലെ. ആ ഇഷ്യൂ പ്രൈസ് നമുക്കറിയാം ടോട്ടൽ വാല്യൂ 100 ആണ്, അതിൽ 10 rupees എന്താണ് ഡിസ്കൗണ്ട് ആണ്. സോ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇൻറ്റു ഡിസ്കൗണ്ട് പ്രൈസ്. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്, സോറി ഷെയർസ് അല്ല ഡിബഞ്ചേഴ്സ്. സോ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്, 11,088 ഡിബഞ്ചേഴ്സ് ആണ്. സോ 11,088 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിൽ 10 രൂപ എന്താണ് ഡിസ്കൗണ്ട് ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1,10,880. അപ്പൊ ഇതാണ് ഡിസ്കൗണ്ട് പ്രൈസ്. 1,10,880 ആണ് നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ്. ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എത്ര ഡിബഞ്ചേഴ്സ് ആണ്, ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് പറയുന്നുണ്ട്. അതായത് സെയിം നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണല്ലേ. അതായത് 11,088 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഇൻറ്റു 100 അല്ലെ. ഡിബഞ്ചറിന്റെ യഥാർത്ഥ പ്രൈസ് ആണ് നമ്മൾ കണക്കേണ്ടത്. ഡിബഞ്ചറിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണ്, 100 ആണ്. അതിന് ഡിസ്കൗണ്ടിലേക്ക് ലേശം എമൗണ്ട് പോകുന്നുണ്ട്, ബാക്കി ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അഥവാ നമ്മുടെ വെൻഡേഴ്സ്. സോ ഡിബഞ്ചറിന്റെ യഥാർത്ഥ പ്രൈസ് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ 11,088 ആൻഡ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഈസ് 100 rupees. സോ വാല്യൂ എത്ര ആയിരിക്കും, 11,08,800. സോ 11,08,800 ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ടോട്ടൽ പ്രൈസ്. അതിൽ 1,10,880 നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് പോയി. ബാക്കി ആർക്ക് നമ്മൾ ഡിബഞ്ചർ പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വെൻഡേഴ്സിന് അഥവാ നമ്മൾ ആരെ കയ്യിലാണ് ബിസിനസ് വാങ്ങിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ രണ്ട് സൈഡും അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തല്ല ഈക്വൽ ആയിരിക്കില്ല, ഒരു 80 rupeesന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ്, നമ്മൾ മുൻപ് നമ്മുടെ ഫ്രാക്ഷൻ ഡിബഞ്ചറിന്റെ കേസിൽ മീൻസ് നമ്മൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത സമയം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് 11,088 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 88.88 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിൽ 11,088 ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബാക്കി 0.88 ഉണ്ട്. ഈ 0.88ന്റെ വാല്യൂ ആണ് ഈ പറയുന്ന 80 rupees. സോ ഈ 80 rupees നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആസ്
ബാങ്ക് അഥവാ നമ്മൾ ക്യാഷ് ആയിട്ട് നമുക്കത് കൊടുക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് അതെന്തായാലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിബഞ്ചർ അല്ല, നമുക്കത് ക്യാഷ് ആയിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ആ 80 rupees നമ്മൾ ചെയ്യുന്നു ബാലൻസ് ഫിഗർ ആയിട്ട് കാണിക്കുന്നത്. ആൻഡ് അതേ ജേണൽ എന്താ വരിക ടു ബാങ്ക്. സോ ഇതാണ് നമ്മളെ ജേണൽ എൻട്രി. ഇപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി എന്തിൻ്റെയാണ്? നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് കുറച്ച് ക്യാഷ് കുറച്ച് പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ്. സോ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്, അത് ഡിവൈഡഡ് ബൈ ദ ഇഷ്യൂ പ്രൈസ്. പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം പ്രൈസ്, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ എണ്ണം കിട്ടും. സോ അങ്ങനെ എണ്ണം കിട്ടുന്ന സമയത്ത് അവിടെ പോയിന്റ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫിഗറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രൂപമാണിത്. അഥവാ നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയിൽ എന്ത് ചെയ്യണം, ആ ഒരു മീൻസ് ആ ഒരു ഫ്രാക്ഷൻ ഡിബഞ്ചറിന്റെ ക്യാഷിനെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കത് ഡിബഞ്ചർ ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അത് ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടതുണ്ട്. സോ ആ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സെയിം ജേണൽ എൻട്രിയിൽ അവസാനം ടു ബാങ്ക് എന്നുള്ളൊരു ജേണൽ അഥവാ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 80 rupees നമ്മൾ അവിടെ കാണിക്കും. സോ ഇതാണ് ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സിന്റെ കേസിൽ നമ്മൾ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.